നമുക്ക് ഫ്രണ്ട്സ് മീറ്റ് ആയിരുന്നു കേട്ടോ. ബഹുമാനം കാണിക്കില്ല മനസ്സിലാക്കി ഞാൻ വീട്ടിലിരുന്നുണ്ടോ സ്വന്തം വീട്ടിൽ ചെയ്തില്ലെങ്കിലും എന്റെ വീട്ടിൽ വന്ന് ചെയ്യും. അതെ. അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ വരാൻ പോണത്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ രണ്ടുപേരുണ്ട്, രണ്ട് പുതിയ വ്യക്തികളാണ്. നിങ്ങൾ തന്നെ പറയൂ. പറയ് സഫ്രി. സഫ്രി ആരുടെ സൈഡ് മേലുണ്ട്. ഓക്കെ, കുട്ടികളെയൊക്കെ ഉറക്കി ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ട്. ശരി, പിന്നെ പോ ശരിയാവില്ല. കൊറേ ഇനി പ്ലാനുകളൊക്കെ ഉണ്ടല്ലോ നമുക്ക്, ഒക്കെ മെല്ലെ വരും. സഫ്രി നീ എന്ത് കാട്ടണ്? കുട്ടിനൊക്കെ ഉറക്കി ഡേയ്സായി വന്നിട്ട് നീ എന്താ നിക്കണ? ഇരിക്ക്. എന്നോടൊക്കെയുള്ള ബഹുമാനം കാണിക്കില്ല നമ്മുടെ കുട്ടി ഉറങ്ങിയിട്ടുണ്ട്. അവിടെ ഒരാള് സക്സസ് ആയി ഉറങ്ങി. സഫ്രി ഇനി അടുത്ത ആളെ ഉറക്കാൻ വേണ്ടി ഇതാ വിവേക റെഡി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങള് ഫ്രണ്ട്സ് മീറ്റിന് വന്നതാണ്. സമയമില്ല മീറ്റ്. സഫ്രിന്റെ ഇക്ക കാണാൻ വേണ്ടി സഫ്രി ഉറങ്ങിയ കുട്ടീന്റെ തൊട്ടി വീണ്ടും ആട്ടി ഉറക്കുന്നു. സഫ്രി എടുത്തിട്ടാ. ഇതെന്തിനാണ് ഈ വീഡിയോ എടുത്ത്? ഞാൻ റഹ്നാനെ കിച്ചണിൽ റഹ്നാനെ ഹെൽപ്പ് ചെയ്യാൻ പോകും. സ്വന്തം വീട്ടിൽ ചെയ്തില്ലെങ്കിലും എന്റെ വീട്ടിൽ വന്ന് ചെയ്യും. അതെ, എനിക്കൊന്നും നീ അങ്ങനെ പറഞ്ഞത് അതങ്ങനെയാണ്. ആ സത്യല്ലേ? സത്യം സത്യം. എന്നിട്ട് ഇവരെല്ലാരും കൊണ്ട് നമുക്ക് ആ റൂമിൽ കളിക്കാം. ഒരാള് വരുന്നുണ്ട് ഗൈസ്, ഒരാള് വരുന്നുണ്ട്. സമാധാനായില്ലേ? ഫസ്റ്റ് ഒരാൾ പിന്നെ ഞങ്ങള് വരുമ്പോഴേക്കും ഉറക്കി. ഇപ്പോഴാണ് ഞങ്ങക്ക് ഫ്രണ്ട്സ് മീറ്റ് ആയത് കേട്ടോ. സമാധാനത്തിൽ എല്ലാരും സംസാരിക്കും. കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്. കുറച്ച് എപ്പ അത് നഷ്ടപ്പെടുന്ന അറിയില്ല. മരിച്ചു പണിയെടുക്കുന്ന കൊറേ വീട് ഇങ്ങനെ വിവേകം വരും ഫസ്റ്റ്. എങ്ങനെയുണ്ട് വീഡിയോ? നിങ്ങള് ഇവരുടെ വീഡിയോസിൽ നോക്കിയാൽ ഫുള്ള് ഗൈസ് ആണ്. അപ്പൊ നിങ്ങളുടെ ടാസ്ക് എന്താ വെച്ചാൽ ഒരു വീഡിയോയിൽ എത്ര ഗൈസ് ഉണ്ടെന്ന് ആരെങ്കിലും കമന്റ് ചെയ്യാം. ഓക്കെ, കമന്റ് ചെയ്യണവർക്ക് വിവേകം എന്തെങ്കിലും ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ശരി, നീ നിനക്ക് എന്താ പറയാനുള്ളത്? അല്ല, വീഡിയോയില് ഞാൻ കണ്ട വീഡിയോയിൽ എന്താ പറയാനുള്ളത്? എടി നീ കുറച്ച് ദൂരത്ത് നിക്ക്. ഫാനില്ലാത്ത സ്ഥലത്ത് ഇരിക്കാൻ എടി നിക്ക്, ഈ വീഡിയോ ഇൻസൾട്ട് ആക്കിട്ടു. വന്നത് മുതൽ വീട്ടില് ഫാനിന്റെ കാര്യത്തില് ഈ ഫാനിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഫാന് വലുതാണ് കേട്ടോ. അത് 50 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. 50,000 രൂപയുടെ ഫാനായിരുന്നു പറഞ്ഞത്. പക്ഷെ തീരെ കാറ്റില്ല. അത് ഓർഡിനറി കൂടെ നമ്മൾ ഓർക്കുന്നു, തീരെ കാറ്റില്ല. പണി കൊടുക്കാണ്. മനസ്സിലാക്കി ഞാൻ വീട്ടിലിരുന്നുണ്ടോ. ഞാൻ വെറുതെ സമയം നിനക്ക് എന്താണ് ഈ പറഞ്ഞതിലൂടെ പറയാനുള്ളത്? ഇന്ത്യ കൊടുക്കും. ചായ കൊടുത്തില്ല. ഷോ സങ്കടം. കാണുന്നുണ്ടെങ്കിൽ
സഫറിന്റെ ഇനി വരുമ്പോ ട്രെയില് ചായ കിട്ടുന്നതായിരിക്കും. Three years കിട്ടുള്ളൂ. മേലൊന്നും കിട്ടുള്ളൂ. ഇതെന്തിനാണ്? ഇത് മനസ്സിലായില്ല. ഇതെന്തിനാണ്? വിവേക് നീ എന്തിനാ വന്നു? വിവേകം പിടങ്ങി പോകുന്നു. മയിലൊക്കെ ഉണ്ടാവും ട്ടാ. എന്താണ് മയിലുണ്ടാവുന്നാണ് സ്വിച്ച് ഓഫ് ചെയ്യും. റെഡി. വിവേക എന്താണ് പറയാനുള്ളത്? ഇപ്പൊ കറക്റ്റായി പറയും. വീട് മൊത്തം സ്വിച്ചേ ഉള്ളൂ. പക്ഷെ എന്തിന് ഏത് കണക്ഷൻ ഒന്നും അറിയില്ല. ഫാന് ഭാഗ്യം ഈ ഫാനിന് കറക്റ്റായി സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ കറക്കം? എന്താ വിവേക? ഇല്ല, അവള് ആ ബണ്ണൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല ഗൈസ്. എന്ത് വെച്ചാ ഞങ്ങള് പോയിട്ട് അത് ഓപ്പൺ ചെയ്ത് അവള് കഴിക്കും. നീ എടുത്തോ. എടുക്കും പഞ്ചസാര കഴിഞ്ഞോ? ഈ ചായ കൊട്ടി എനിക്ക് അറിയില്ല കേട്ടോ. ഇവളിങ്ങനെ ചിരിപ്പിക്കും. ഇവോ ഇവിടെ നോക്ക്. ഇവരൊക്കെ ക്ലാസ് പഠിക്കാൻ നിന്റെ അബ്ബയൊക്കെ കാണും. ഇവിടെ അബ്ബന്നല്ലേ വിളിക്കുക അല്ലേ? ഹലോ അബ്ബ. ബൈ ഗൈസ്. ബൈ ബൈ പറ. നമ്മള് ഒന്നും കൂടി പറ, ഉറക്കെ പറ. ബൈ ഗൈസ് പറഞ്ഞോ. പറയൂ. സബ്സ്ക്രൈബ് ചെയ്യൂ, പറയുന്ന ലൈക്ക് ചെയ്യൂ. അതോ അതോ ചെരുപ്പിട്ട് വിട്. കളിക്ക് അവൻ ചെരുപ്പിട്ട് വിട്ടിട്ട് ചേച്ചി. അതാ മാറ്റി. അതിവിടെ നോക്ക്. ഗുഡ് ഗേൾ. താങ്ക് യു ചേച്ചി പറയും. ഹഗ് കൊടുത്തോ? ഓടി. അവളുടെ പ്ലാൻ നോക്ക്. സീരിയസ്ലി ഞാൻ ഇങ്ങനെ പ്ലാൻ നിൽക്കണ്ടായിരുന്നു. സിയക്കാക്ക് ഓർമ്മ ഉണ്ടാവും. എന്തെടുത്താലും കൊണ്ടുവന്നു കേക്ക്. ഏത് എന്താണ് എന്താണ്? ഉനക്ക് പോക്കറ്റ് ഇല്ല, എനക്ക് പോക്കറ്റ് ഇറുക്കുന്ന്. എന്ത് ബ്രില്യന്റ് ആണ് ഇറുക്കടി. എന്ത് സ്വത്തേ പറ. അപ്പൊ ഗൈസ് നമ്മള് ഇന്നത്തെ പ്ലാന് ഇവിടെ ഞങ്ങൾ ഇറങ്ങണല്ലേ. ഓക്കെ, പിന്നെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഇത് വിവേകേട്ട അറിയണ എല്ലാവരും